ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ കുബ്ബ ജുമാ മസ്ജിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ചരിത്രം പറയുന്ന കുബ്ബ ജുമാ മസ്ജിദിലാണുള്ളത്. മസ്ജിദുൽ കുബ്ബയുടെ ചരിത്രം പറയുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ഥിരമായി മദീന കഴിഞ്ഞ് ജന്നത്ത് ബഖീ കഴിഞ്ഞ് കൂടുതലായും വരാറുള്ള മസ്ജിദായിരുന്നു മസ്ജിദുൽ കുബ്ബ. ഈ മസ്ജിദുൽ കുബ്ബയിൽ വെച്ച് ശനിയാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധികവും ഈ മസ്ജിദുൽ കുബ്ബയിലേക്ക് വരാനുണ്ടായിരുന്നു. അതുപോലെ ചരിത്രം പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ കുബ്ബയിലേക്ക് വരുമ്പോൾ ഒരു മോതിരം ഇട്ട് കണ്ടപ്പോൾ വരിക. ആ മോതിരം ഒരു കിണറിനോട് ഇരുന്നു കൊണ്ട് അസല ഇൻഷാ അല്ലാഹ് കാണിച്ചു തരാം. ആ കിണറിൽ വെച്ച് മോതിരം മാറിയും ഇട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരഞ്ഞുകൊണ്ട് ഒരു ദിവസം നോക്കുമ്പോൾ കാണുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ റസൂലുള്ളാഹിനെ കാണുന്നില്ല. അപ്പോൾ അവിടെ ജന്നത്ത് ബഖീയിൽ പോയി അവിടെ തിരഞ്ഞ് അവിടെയില്ല, മദീനയിലും ഇല്ല, മദീന പള്ളിയിലില്ല. അതിനുശേഷം റസൂലുള്ളാഹിനെ തിരഞ്ഞ് കുബ്ബയിലേക്ക് വരികയും ആ സമയത്ത് റസൂലുള്ളാഹി ഒരു സഹാബി അവിടെ ഇരിക്കുന്നതായിട്ട് കണ്ട്. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു ആരാ വരുന്നത്? അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവെ, നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് അല്ലാഹു തആല സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ടെന്ന്. അതിനുശേഷം അതേപോലെ ഉമർ റളിയല്ലാഹു അൻഹു വരികയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു വരികയും അവരോടും ഇതേപോലെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹിൻ്റെ മരണത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതേപോലെ അവിടെ നിന്നിരിക്കുകയും മോതിരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിടുകയും ചെയ്യുന്നു ആ കിണറിനോട് ചേർന്ന്. അങ്ങനെ അതിനുശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതേപോലെ കിണറിൻ്റെ അരികെ വരികയും മോതിരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിടുകയും ഒരിക്കൽ അങ്ങനെ മോതിരം കിണറിൽ വീണ് പോവുകയാണ് ചരിത്രം. ഇൻഷാ അല്ലാഹ് ആ കിണർ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ കാണിച്ചു തരാം. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതേപോലെ ഞാൻ പറഞ്ഞേ, റസൂലുള്ളാഹി വന്നിരുന്ന ആ കിണറാണ് ഇതാണ്ട അതവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെയായിരുന്നു ആ കിണറുണ്ടായിരുന്നത്. അതാണ് ഇവിടെയാണ് ആ കിണറുണ്ടായിരുന്ന സ്ഥലം. ഓക്കെ, ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിരിക്കുകയും അതുപോലെ ബാക്കിയുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു എല്ലാം വന്നിരിക്കുകയൊക്കെ ചെയ്ത സ്ഥലത്താണ്. ഇതാണ് സൽമാൻ ഫാരിസിൻ്റെ ഈത്തപ്പഴ തോട്ടം എന്ന് പറയുന്നത്. അതിനുള്ള ഓൾമോസ്റ്റ് തോട്ടങ്ങളൊക്കെ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെതായിരുന്നു. ഇതാണ് ഞാൻ ഈത്തപ്പഴ തോട്ടമല്ലോ, ഇതാ കാണുന്ന തോട്ടങ്ങളൊക്കെ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആയിരുന്നു. ഇതാണ് കുബ്ബ ജുമാ മസ്ജിദിൻ്റെ പുറത്തുനിന്നുള്ളൊരു വീഡിയോ ആണ്. കാണും ഭയങ്കര തിരക്കാണ് ഇവിടെ. കാരണം വെച്ചാൽ കൂടുതൽ ആളുകൾ റസൂലുള്ളാഹിൻ്റെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണായതുകൊണ്ടും റസൂലുള്ളാഹിക്ക് മക്ക കഴിഞ്ഞ് മദീന, അതേപോലെ മദീനയിൽ തന്നെ ജന്നത്ത് ബഖീ കഴിഞ്ഞാൽ കൂടുതൽ സമയം കുബ്ബയിൽ ഇരിക്കാൻ വേണ്ടി വരികയായിരുന്നു. ശനിയാഴ്ച ദിവസങ്ങളിൽ റസൂലുള്ളാഹി അധികം ഇവിടെ തന്നെയായിരുന്നു. അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഇങ്ങോട്ടേക്ക് വരും. ശനിയാഴ്ച ഇവിടെ ഭയങ്കര തിരക്കാന്നാണ് പറയുന്നത്. ഭയങ്കര ഇന്ന് തന്നെ ഇവിടെ തിരക്കുണ്ട്, നല്ല ആളുണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.